ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തപസ് കാലത്തിലെ 5-ാമത്തെ ശനിയാഴ്ചയിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം കടന്നു വരുന്നു. 1-ാമത്തെ വായന എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകമാണ്. ചിതറിപ്പോയ ഇസ്രായേലിനെ ഞാൻ ഒരൊറ്റ ജനതയാക്കും, ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും എന്ന് എസക്കിയേൽ പ്രവചിക്കുന്നുണ്ട്. ഏതാണ്ട് അതിനോട് ചേർന്നു വരുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷവും. അതിൽ പ്രധാന പുരോഹിതനായ കയ്യഫാസിൻ്റെ അടുത്ത് യഹൂദ പ്രമാണികൾ വന്നു പറയുന്നു, ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നടക്കുന്നു, ജനം അവനിൽ വിശ്വസിക്കുന്നുണ്ട്, അത് നമുക്ക് അപകടകരമാണ്. മറുപടിയായി കയ്യഫാസ് യഹൂദ പ്രമാണികളോട് പറയുന്നുണ്ട്, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരാൾ മരിക്കുന്നത് നല്ലതാണ്. ജനത്തിനു വേണ്ടി ക്രിസ്തു മരിക്കണമെന്ന് അവൻ പ്രവചിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ പറയുക. ജനത്തിനു വേണ്ടി മരിക്കാനായി സ്വർഗം നിയോഗിച്ച ഒരാളാണ് ക്രിസ്തു എന്ന് കയ്യഫാസ് ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കവനെ രൂപക്കൂട്ടിൽ കയറ്റിയിരുത്താം. കാരണം അവൻ വിശുദ്ധനായ കയ്യഫാസാണ്. ജനത്തിനു വേണ്ടി മരിക്കുവാൻ, ഇല്ലാതാകാൻ തയ്യാറാകുന്ന ഒരാളാണ് ക്രിസ്തുവെന്ന് അവൻ പറയാതെ പറഞ്ഞു വെച്ചു. സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് എബ്രഹാം ലിങ്കൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി കിടത്തിയിരിക്കുകയാണ്. അടിമകളെയെല്ലാം സ്വതന്ത്രരാക്കുവാൻ വേണ്ടി ജീവനും വചനവും നൽകിയതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടയാളാണ് എബ്രഹാം ലിങ്കൻ. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അന്ത്യോപചാരം അർപ്പിക്കാനായി ജനമിങ്ങനെ കണ്ണീരോടെ നിരന്നു നിൽക്കുമ്പോൾ ആ നിരന്നു നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിൽ യുവതിയായ ഒരു നീഗ്രോ പെൺകുട്ടിയും അവരുടെ കുഞ്ഞുമുണ്ട്. അന്ത്യോപചാരം അർപ്പിക്കാനായി കടന്നു വരുന്ന നേരം നിഷ്കളങ്കമായി കുഞ്ഞു ചോദിക്കുന്നുണ്ട്, വൈ, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? തൻ്റെ മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിക്കണ്ണുകളെ എബ്രഹാം ലിങ്കൻ്റെ മുഖത്തേക്ക് തിരിച്ചു വെച്ച് നീഗ്രോ യുവതി ആ കുഞ്ഞിനോട് പറയുന്നു, ആ കിടക്കുന്നത് നിനക്ക് പുതിയ ജീവനേകിയ അപ്പനാണ്. പ്രിയപ്പെട്ടവരെ, ആരാണോ ജനത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറെടുക്കുക, അവൻ്റെ പേരല്ലേ ക്രിസ്തു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.